നാടെങ്ങും സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളാ. എന്തായി നിങ്ങളുടെ സ്വാതന്ത്ര്യ സമരം? എന്തായി ബ്രിട്ടീഷ് ആഫീസിലെ അടിമപ്പണി? വൈക്കം സത്യാഗ്രഹത്തിന് മഹാത്മജി വന്നു. വേണം വഴി നടക്കാനും സ്വാതന്ത്ര്യം. ഒരാളൊക്കെ വിചാരിച്ച കിട്ടുമോ? മഹാത്മജി ഒരാളല്ല, ഓരോരുത്തരിലുമുള്ള സ്വാതന്ത്ര്യ ബോധമാണ്. അഹിംസ ആയുധമാക്കണമത്രേ. സ്വതന്ത്ര ഭാരതമാണ് നമ്മുടെ സ്വപ്നം. സഹന സമരത്തിലൂടെ നാം അത് നേടിയെടുക്കും. വരാനിരിക്കുന്നത് നല്ല നാളുകളാണ്. സൈലന്റ് വാലി പേരുപോലെ നിശബ്ദമായ മേഖലയാണ്. അവിടേക്കാണ് ചിലർ ഇരച്ചു കയറുന്നത്. പത്രക്കാരെയൊന്നും അവരടുപ്പിക്കില്ല. എട്ട് 10 നാഴിക ജീപ്പ് ഓടിയത് 8-10 നിമിഷം കൊണ്ടെന്ന് തോന്നി. എനിക്കവരുടെ ഭാഷ അധികം മനസ്സിലായില്ല, പക്ഷെ പറഞ്ഞതെല്ലാം മനസ്സിലായി. വികസനം ഈ മലനിരകളെ ഇല്ലാതാക്കും. വനങ്ങൾ നിലനിന്നാലേ നാളെ നമ്മൾ നിലനിൽക്കും. ഒരു നിശബ്ദ താഴ്വര നിലവിളിക്കുന്നു. ഇനിയും നിശബ്ദരായിരിക്കാൻ നമുക്ക് എന്തവകാശം? കൃഷ്ണേട്ടാ, ഇവിടെ വിമാനത്താവളം വേണ്ടേ? വേണം. അത് ഇന്റെ പറമ്പില് വേണ്ട. പറമ്പൊന്നും പോവില്ല. അവിടെയാണ് അതിര്. ഇവിടെ പാർക്കും പറക്കണ്ട. നിങ്ങൾ മാതൃഭൂമിയായി. പറക്കൽ മാത്രമല്ല വിമാനത്താവളം, വ്യവസായം വളരും, തൊഴിലുകൾ കൂടും. നമ്മളെ മലബാർ മൊത്തത്തിൽ അങ്ങോട്ട് മാറും. നമ്മളെ കുട്ടികൾക്കും നാളേക്കും വേണ്ടി ചിന്തിക്കും. കൃഷ്ണേട്ടാ, എന്തൊക്കെയുണ്ട് വർത്താനം? മോൻ കത്താക്കലില്ലേ? ഓൻ ഗൾഫിന്ന് വരുന്നുണ്ട്. വിമാനം ഇറങ്ങി അപ്പൊ തന്നെ പുരയിലെത്തിയില്ലേ? വികസനം. ശരി. പ്രവീൺ, ഹാജർ. രാധ വന്നില്ലേ? രാധ പഠിത്തം നിർത്തി മാഷേ. പെണ്ണ് പഠിച്ചിട്ട് എന്തിനാ മാഷേ? ആറാം ക്ലാസ്സൊക്കെ പോരെ? ഞാൻ ഈ പത്രത്തിലെ എഡിറ്റോറിയൽ ഒന്ന് വായിക്കാം. വിദ്യാഭ്യാസം മൗലികാവകാശം. 6 മുതൽ 14 വരെ വയസ്സുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം നൽകാനുള്ള കേന്ദ്ര മന്ത്രിസഭയുടെ തീരുമാനം വലിയൊരു ചുവടുവെപ്പാണ്. ഏവർക്കും പ്രാഥമിക വിദ്യാഭ്യാസം ഒരു പ്രാഥമിക ലക്ഷ്യമാണ്. സ്വാതന്ത്ര്യം നേടി 50 കൊല്ലമായിട്ടും നാം അത് നേടിയിട്ടില്ല. 14 വയസ്സ് വരെ പഠിക്കാനോ? അതുവരെ ഗവൺമെന്റിന്റെ നിർബന്ധം, പിന്നെ അവളുടെ ആഗ്രഹം. അപ്പൊ നാളെ സ്കൂളിലേക്ക് വിട്ടേക്കും. അതിപ്പോ അയക്കാം മാഷേ. രാധ, ഹാജർ. മുറിക്കേണ്ടി വരും. ഇതെങ്ങനെ കാറ്റുവീഴ്ച? അല്ല, നമ്മളെ ചർച്ച എന്തായി?
കാറ്റുവീഴ്ചയ്ക്ക് നമുക്ക് ആന്റിബയോട്ടിക് പ്രതിരോധം നോക്കാം. മരങ്ങളിൽ രാസമരുന്നുകൾ ഉപയോഗിക്കാൻ വിലക്കുണ്ട്. ഞങ്ങളും പത്രം വായിക്കുന്നവരാ. ഇനി ഉപയോഗിച്ചാലും മരുന്നിന്റെ വീര്യം കഴിഞ്ഞാൽ അത് വീണ്ടും വരും സാറേ. മാതൃഭൂമിയിലുണ്ട്. വേറെ എന്താ വഴി? കാറ്റുവീഴ്ച പടരാതിരിക്കാൻ തൃശ്ശൂർ ജില്ലയിൽ 28,000 തെങ്ങുകൾ മുറിച്ചു മാറ്റി. കർഷകർക്ക് നഷ്ടപരിഹാരം, പുതിയ തൈകൾ നടാൻ ആനുകൂല്യങ്ങൾ നൽകി. 1978 പരിഹാര മാർഗങ്ങൾ ഇതേ പത്രത്തിലുണ്ട്. എന്തുകൊണ്ട് തോറ്റു കാറ്റുവീഴ്ചയോട്? ഞങ്ങളിതൊന്ന് പഠിക്കട്ടെ. നിങ്ങൾ പഠിച്ച് പരീക്ഷ പാസ്സായിട്ട് വാ, ഞങ്ങൾ വേറെ വഴി നോക്കട്ടെ. കേരമില്ലെങ്കിൽ പിന്നെ എന്ത് കേരളം സാർ? അണിയാം തുല്യതയുടെ യൂണിഫോം. പൊളിച്ചല്ലോ നിന്റെ ജെൻഡർ ന്യൂട്രൽ യൂണിഫോം. ഇപ്പോഴാണ് ശരിക്കും ഈക്വൽ ആയത്. കംഫർട്ടബിളും ആയി. ചേട്ടാ, വൈകിട്ട് ബീച്ചിൽ കാണാം. സമൂഹത്തിന്റെ സമസ്ത മേഖലകളുടെയും നവീകരണത്തിൽ 1 നൂറ്റാണ്ടായി മാതൃഭൂമിയുടെ കയ്യൊപ്പുണ്ട്. മാതൃഭൂമി, നാളേക്കായി ചിന്തിച്ച നൂറ്റാണ്ട്.